അത് ഒരു എളുപ്പമാർഗ്ഗമാണ്. പൂക്കളവും ആവും, പൂവൊന്നും തേടി പോവുകയും വേണ്ട, പിന്നെ കുറേ പേർക്ക് തൊഴിലാവും. ഇപ്പം പലരും വിദേശത്ത് അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഉള്ളവർക്കൊക്കെ പൂവൊന്നും കിട്ടാനുള്ള മാർഗ്ഗമല്ലല്ലോ. അപ്പോൾ അവർക്കും ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം, ഒരു സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഒരുപാട് പേര് വിദേശത്തുള്ള ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചായിരുന്നു, പുറത്തുനിന്നുള്ള ആൾക്കാർ ഫ്ലവർ മാറ്റ് എന്നുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കാറുണ്ടായി. അപ്പോൾ അതുപോലെ നമുക്ക് പൂക്കളത്തിന് പകരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഓപ്ഷൻ. അവർക്ക് അവിടെ ഫ്ലവേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ല, കുറവാണ്. ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ മോഡൽസ് എടുത്തു. നമ്മൾ ചെറുതാണ് ആദ്യം ചെയ്ത് തുടങ്ങിയത്. അത് ചെയ്തപ്പോൾ അവർ അതിനനുസരിച്ച് അവരുടെ ലോഗോ എല്ലാം വെച്ചിട്ട് 5 അടി 6 അടി എന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബൾക്ക് ഓർഡേഴ്സാണ് വന്നത്. വിദേശത്തോട്ട് പോകുന്നത് കൂടുതലും 4 അടി 5 അടി 6 അടി അതിന് മുകളിലോട്ടുള്ള സൈസുകളിലുള്ളതാണ്. പിന്നെ ഇൻഡിവിജ്വൽ ആവശ്യങ്ങൾക്ക് ആൾക്കാർ 3 അടിയും 2 അടിയും എല്ലാം മേടിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് കൂടുതലും ഡിസൈൻസ് മാത്രമായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് പൂക്കളുടെ അവൈലബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ ഡിസൈൻ മാത്രം നമ്മളിങ്ങനെ പ്രിന്റ് എടുത്ത് കൊടുക്കുന്നു, അവരതിൻ്റെ മുകളിൽ അത്തയിടുന്നു. പ്ലാസ്റ്റിക് കണ്ടന്റ് ഇല്ല. നമ്മൾ ഇത് ഫെദറൂൾ എന്ന് പറയുന്ന മെറ്റീരിയലും നമ്മൾ ഈ ബേസിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്യാൻവാസ് ആണ്. ക്യാൻവാസും നമ്മൾ ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്ലെക്സ് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ക്യാൻവാസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും മടക്കി സൂക്ഷിച്ചാൽ അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യും. ഇതൊന്നും വേറെ കേട് വരുന്നതോ കീറിപ്പോകുന്നതായിട്ടുള്ള മെറ്റീരിയൽ അല്ല. പലർക്കും തൊഴിലുണ്ട്, കുറേ പേർക്ക് ഇതിന് വരുമാന മാർഗമാവും ഓണമാകുമ്പോഴത്തേക്കും. പിന്നെ പൂക്കൾ കിട്ടാൻ ഉള്ള ബുദ്ധിമുട്ടും ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യണം, എന്നാലേ അതിൻ്റെ അതേ ഇതിൽ ഡിസൈനൊക്കെ നേരെ വരാനും ഒക്കെ പറ്റുള്ളൂ. ഷോപ്പിംഗ് മോൾ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ആദ്യം എത്ര ദിവസം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം, വാഷബിൾ ആണ്. നമ്മളിത് ബേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതും ഇതും ക്ലോത്ത് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും എത്രയായിട്ട് വേണമെങ്കിലും മടക്കി സൂക്ഷിച്ചാൽ അടുത്ത വർഷവും ഉപയോഗിക്കാം. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇതിങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഇത് പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നെറ്റിപ്പട്ടം പോലെയുള്ള സാധനങ്ങൾ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പുറത്തുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ അടുത്ത് ഇതിൻ്റെ ഒരു സജഷൻ പറഞ്ഞത്. ഇങ്ങനെ അവർക്ക് ഫ്ലവേഴ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ല, അപ്പോൾ അവർക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്നുണ്ടായി. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ അത്തം എന്നുള്ള ഐഡിയയിലോട്ട് എത്തിയത്. ആദ്യം ഞങ്ങൾ തന്നെ വരച്ച് ചെറിയ ചെറിയ അത്തമാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരവരുടെ ഓരോ അസോസിയേഷൻകാർക്കും ഓരോരോ സൈസിലാണ് ആവശ്യം. അവർക്ക് 5 അടി 6 അടി 8 അടി വരെയുള്ള സൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ലോഗോ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അങ്ങനെ പല രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചായിരുന്നു ഞങ്ങളടുത്ത്. അതിനനുസരിച്ച് അവർ തന്നെ സെലക്ട് ചെയ്യുന്ന ഡിസൈൻസ് ഞങ്ങൾ കളർ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. ഇന്ന കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന്. നമ്മൾ പൊതുവേ പൂക്കളത്തിന് യൂസ് ചെയ്യുന്ന കളേഴ്സ് മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. വേറെ കറുപ്പ് പോലെയുള്ള കളേഴ്സൊന്നും അധികം യൂസ് ചെയ്യാറില്ല. പൂക്കളം പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് ഇത് ഞങ്ങൾ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ഒരാളല്ല, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ. മാത്രമല്ല ഇത് ഫുള്ളി ഞങ്ങൾ ക്ലോത്ത് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. വിദേശത്തോട്ട് അയക്കുന്നതിനും ഇതിന് ഒരു കോംപ്ലിക്കേഷൻസും വരാനില്ല. കാരണം ചില പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ടുപോകുന്നതിന് അവർ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എല്ലാം ക്ലോത്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. വാഷബിൾ ആണ്. ഒരു പ്രാവശ്യം മേടിച്ചാൽ അവർക്ക് അടുത്ത വർഷം 2 വർഷം വേണമെങ്കിൽ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 8-10 ദിവസം വരെ ഇതിൻ്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് ഒരാളല്ല, ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. ഞാനൊരു IT പ്രൊഫഷണൽ ആയിരുന്നു. ആദ്യം ജോലി നിർത്തിയപ്പോൾ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുമായിരുന്നു. നെറ്റിപ്പട്ടം പോലുള്ള സാധനങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ. അത് തന്നെ നമുക്ക് പ്രൊഫഷനിലോട്ട് മാറ്റിയാൽ എന്താണെന്ന് ആലോചിച്ചിട്ട് ബിസിനസ്സിലോട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ നെറ്റിപ്പട്ടം, തിടമ്പ് അതുപോലുള്ള സാധനങ്ങളും എല്ലാ രാജ്യങ്ങളിലേക്കും പുറത്തോട്ടും ഇവിടെ നാട്ടിലും ഒക്കെ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സീസണലായിട്ട് ഓണത്തിന് പൂക്കളവും ചെയ്യുന്നുണ്ട്. നമ്മൾ മെറ്റീരിയൽസ് നമ്മളിപ്പം സീസണിന് മുമ്പേ എടുത്ത് വെക്കും മെറ്റീരിയൽ ഒരുമിച്ച്. പിന്നെ നമ്മൾ ഡിസൈൻസ് അപ്പോൾ പ്രിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെറിയ സൈസൊക്കെ നമ്മൾ വരച്ചെടുക്കുമായിരുന്നു ആദ്യം. പിന്നെ ബൾക്ക് ഓർഡേഴ്സ് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ വരയ്ക്കുന്ന കാര്യം ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങളത് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്കിത് വലിയ സൈസ്, അത് 7 അടി 8 അടിയൊക്കെ വരുന്ന സൈസുകൾ നമുക്കൊരു ഒരാഴ്ച വരെ എടുക്കും ചെയ്ത് തീർക്കാനായിട്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒരു എമർജൻസി വർക്കാണെങ്കിൽ ഞങ്ങൾ 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ ചെയ്ത് തീർക്കും. എന്നാലും പെർഫെക്ഷനോടുകൂടി എല്ലാം നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ച വരെ സമയം എടുക്കാറുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫും ഉണ്ട്, ഫാമിലിയും ഉണ്ട്. പിന്നെ പരിചയത്തിൽ ഒരുപാട് ഓർഡേഴ്സൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പരിചയത്തിലുള്ളതും ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മളിത് കൊടുക്കുന്നുണ്ട്, അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നുണ്ട്. പൂക്കൾ അവൈലബിൾ അല്ലാത്തവർക്കും ഓണം ആഘോഷിക്കണമല്ലോ, അതാണ് നമ്മുടെ ഒരു കാര്യം. നാട്ടിൽ കൂടുതലും നമ്മൾ ഇതിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലും വിദേശ രാജ്യത്തോട്ട് തന്നെയാണ് വിടുന്നത് കൂടുതൽ.